വയനാട്ടിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടയ്ക്ക് പെയ്തത് റെക്കോർഡ് മഴ. ഉരുൾപൊട്ടലിൽ വലിയ ദുരന്തം വയനാട് നേരിടുന്നതിനിടയിലാണ് മഴ എത്രത്തോളം ഭീകരതയാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 24 മണിക്കൂറിൽ 9 ഇടങ്ങളിൽ 300 മില്ലിമീറ്ററിലേറെയാണ് മഴ പെയ്തത്. ദുരന്തത്തിൽ 126 പേരാണ് മരിച്ചത്. അതിൽ പലരെയും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. അപകടത്തിന്റെ വ്യാപ്തി ഓരോ നിമിഷവും കൂടിക്കൂടി വരുന്നു. പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത പല കാഴ്ചകളുമാണ് രക്ഷാപ്രവർത്തകർ കാണുന്നത്. മക്കിയാട്, ചെമ്പ്ര, സുന്ദരഗിരി, ലക്കിടി, ബാണാസുര, നിരവിൽ പുഴ, പുത്തുപുഴ, പെരിയന്നിക്കൽ, തെറ്റമല എന്നിവിടങ്ങളിൽ 300 മില്ലിമീറ്ററിന് മേലെ മഴ രേഖപ്പെടുത്തിയത്. ഇതിൽ തെറ്റുമലയിൽ മാത്രം 450 മീറ്റർ മഴയാണ് 24 മണിക്കൂറിനിടെ പെയ്തത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചതിനേക്കാൾ ഇരട്ടിയിലധികം മഴയാണ് പലയിടത്തും ലഭിച്ചത്. തിങ്കളാഴ്ച 110 മില്ലിമീറ്റർ മഴ മാത്രമാണ് തെറ്റമലയിൽ പെയ്തത്. എന്നാൽ ചൊവ്വാഴ്ചത്തെ കണക്കിൽ 3.5 ഇരട്ടിയോളം അധികം മഴ ലഭിച്ചു. കഴിഞ്ഞ 5 ദിവസത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോഴും തെറ്റമലയിൽ തന്നെയാണ് കൂടുതൽ മഴ ലഭിച്ചത്. 5 ദിവസത്തിനിടെ 951 മില്ലിമീറ്റർ മഴയാണ് തെറ്റമ്മൽ ലഭിച്ചത്. വയനാട്ടിൽ കഴിഞ്ഞ 4 ദിവസം കുറഞ്ഞ തോതിലാണ് മഴ പെയ്തത്. പക്ഷേ കഴിഞ്ഞ ഒറ്റ രാത്രിയിൽ കുത്തനെ മഴ ഉയരുകയായിരുന്നു. കുറഞ്ഞ സമയത്തിനിടെ ഇത്ര വലിയ മഴ പെയ്തതാണ് ചൂരൽമലയിൽ ഉരുൾപൊട്ടി ഇത്ര വലിയ ദുരന്തമുണ്ടാവാൻ കാരണമായത്. അതേസമയം വയനാട്ടിൽ സാഹചര്യങ്ങൾ ദുഷ്കരമായി തുടരുകയാണ്. ഇപ്പോൾ ദുരന്തത്തിൽ 126 പേരാണ് മരിച്ചത്. ദുരന്തം എന്ന് പറയുന്നതിലപ്പുറം മനസ്സുമടുപ്പിക്കുന്ന സങ്കടമുണ്ടാക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് മൺകൂനക്കുള്ളിൽ നിന്നാണെങ്കിലും ഏത് വെള്ളക്കെട്ടുകൾക്കുള്ളിൽ നിന്നാണെങ്കിലും എടുത്തു കൊണ്ടുവരുന്ന ശരീരത്തിൽ ഒരു തുള്ളിയെങ്കിലും ജീവൻ ഉണ്ടായിരിക്കണേ എന്നാണ് ഏതു രക്ഷാപ്രവർത്തകന്റെയും വലിയ പ്രതീക്ഷ. അവിടെ വെച്ചാണ് ഇത്രയധികം മൃതദേഹങ്ങൾ കൊണ്ടുവരേണ്ട ദയനീയാവസ്ഥ ഉണ്ടാകുന്നത്. ഇതൊന്നും കണ്ടുകൊണ്ടിരിക്കാൻ ആർക്കുമാവില്ല. അത്രക്ക് ദയനീയാവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം വയനാട്ടിലെ സാഹചര്യങ്ങൾ ദുഷ്കരമായി തുടരുകയാണ്. മുണ്ടക്കൈയിലെ റിസോർട്ടിൽ കുടുങ്ങിയിരിക്കുന്നവരാണ് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. മരണം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഓരോ നിമിഷവും തള്ളി നീക്കുന്നതെന്ന് മുണ്ടക്കൈയിലെ റിസോർട്ടിൽ കുടുങ്ങിയവർ പറയുന്നു. രക്ഷാപ്രവർത്തകർ വൈകാതെ തന്നെ ഇവിടേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ. മുണ്ടക്കൈയിലെ ട്രിവാലി റിസോർട്ടിലാണ് 150ഓളം പേർ കുടുങ്ങിക്കിടക്കുന്നത്. ഇവിടെ കുടുങ്ങിയിരിക്കുന്ന സംഘത്തിൽ പ്രായമായവരും കുട്ടികളും സ്ത്രീകളും ഒരുപാട് രോഗികളും എല്ലാമുണ്ട്. ഇവർക്ക് എങ്ങോട്ടും പോവാൻ സാധിക്കുന്നില്ല. ഒരു മുറിക്കുള്ളിലാണ് തിങ്ങിക്കഴിയുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി മുതൽ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചില്ലെങ്കിൽ വലിയ ദുരന്തം കാണേണ്ടി വരുമെന്നാണ് റിസോർട്ടിൽ കുടുങ്ങിയവർ പറയുന്നത്.